വളർന്നു, അത് ഫലമുണ്ടായി. വഴിയരി വീണത് ആൾക്കാരുടെ ചവിട്ടുകൊണ്ട് അത് കിളുത്തു വരാൻ സാധിച്ചില്ല. അതിനെ പറവയാതി കൊത്തിയെത്തുന്നു. പാറപ്പുറത്ത് വിതച്ചത് പെട്ടെന്ന് അത് വിത്തായി. പക്ഷേ വെയിലിന് ചൂട് തട്ടിയപ്പോൾ പാറയ്ക്ക് ചൂട് തട്ടിയപ്പോൾ അത് കരിഞ്ഞുപോയി. മുള്ളിനിടയിൽ വീണതോ അത് വളർന്നു വന്നപ്പോൾ മുള്ളു വളർന്നു, അതിനെ ഞെരുക്കി നിർത്തലമാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നല്ല നിലം എന്താണ്. നല്ല നിലം നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കുള്ള പണി നമ്മുടെ ഹൃദയം ഒരുക്കി കൊടുക്കുക. വിതറി ആ വിത്തിനെ വളർന്നു വരാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിനകത്ത് പ്രാർത്ഥന, വചനധ്യാനം, പരസ്പരം സ്നേഹം, സന്തോഷം, ഞെരുക്കത്തിൽ കൂടെയാണെങ്കിലും സന്തോഷിക്കുക. അങ്ങനെ മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ആത്മീകമായ ഒരു പ്രവർത്തന രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മീകമായ ഒരു പ്രവർത്തന രീതി. പ്രവർത്തിക്കണം. പ്രവൃത്തിയില്ലാതെ നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യമായിട്ടൊരു സൈക്കിളിൽ ചവിട്ട് പഠിക്കാൻ വന്ന് കുഞ്ഞെങ്ങനെയായിരിക്കും? പല പ്രാവശ്യം വീണ്ടും അവന് ചവിട്ടണം. അവനങ്ങനെ ചവിട്ടി പല പ്രാവശ്യം എഴുന്നേറ്റും ചിലപ്പോൾ കൈ ഒന്ന് പൊട്ടി, പിന്നെ കാല് പൊട്ടി. ഇതെല്ലാം അവൻ എന്ത് ചെയ്ത്? അതൊന്നും വകവെക്കാതെ അവൻ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ചവിട്ടി അവൻ നല്ല സ്പീഡിൽ സൈക്കിൾ കിട്ടുന്നൊരു വിദ്യാർത്ഥിയായി മാറി. അപ്പോൾ അത് പരിശീലനമുണ്ട്. അതേപോലെ പൗലോസപ്പോസ്തലൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ശരീരാഭ്യാസം അല്പപ്രയോജനം, പക്ഷെ ദൈവഭക്തിയോ അത് അഭ്യസിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കണം. നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം എന്താണെന്ന് നമ്മൾ നോക്കണം. എല്ലാം കൂടി വാരിക്കൂട്ടി നമ്മൾ എടുക്കുന്നതല്ല കാര്യം. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു വിവാഹ വീട്ടിൽ ചെന്നാൽ നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒത്തിരി അധികം സാധനം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിളമ്പി ചിലപ്പോൾ വെക്കും. പക്ഷെ നമുക്കിതെല്ലാം വേണ്ടുന്നതല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാവൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ വയറിനും നമ്മുടെ ശരീര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പരുവത്തിന് കഴിക്കാവുന്ന മാത്രമേ നമുക്ക് കഴിക്കാവുള്ളൂ. കൂടുതൽ